മിശിഹായിൽ അനുഗ്രഹീതരായ ഇവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങൾ വിശുദ്ധ ലൂയി മാർട്ടിന്റെയും വിശുദ്ധ സെലിഗുറിന്റെയും മധ്യസ്ഥതയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. തിരുസഭ ഇന്ന് കുടുംബ മധ്യസ്ഥരായ വിശുദ്ധ ലൂയി മാർട്ടിന്റെയും വിശുദ്ധ സെലിഗുറിന്റെയും തിരുനാൾ കൊണ്ടാടുകയാണ്. വിശുദ്ധരായ ദമ്പതികളാണിത്, വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ മാതാപിതാക്കള്. പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിനും ദൈവത്തിന് പ്രഥമ സ്ഥാനം. ഇതായിരുന്നു ഇവരുടെ ജീവിതത്തിന്റെ ആപ്തവാക്യം. സന്യാസ ജീവിതം നയിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചവരാ ഇവർ രണ്ടുപേരും. പക്ഷെ തങ്ങളുടെ വിളി ഇതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് ഇവർ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവരുടെ മക്കള് വിശുദ്ധിയിൽ ഇവർ വളർത്തി. ഇളയ മകള് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധിയാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കുടുംബമാണ് വിശുദ്ധ ലൂയി മാർട്ടിന്റെയും വിശുദ്ധ സെലിഗുറിന്റെയും കുടുംബം, വിശുദ്ധ കുടുംബം. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ കുടുംബം പോലെ ഒരു സാധാരണ കുടുംബമായിരുന്നു ഇവരുടെ കുടുംബം. രോഗങ്ങളുണ്ടായിരുന്നു, അസ്വസ്ഥതകളുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു. ഈ ലോകത്തിലുള്ള ഒരു കുടുംബം ഏതെല്ലാം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു, എന്തെല്ലാം കുറവുകൾ ഒരു കുടുംബത്തിലുണ്ടോ, അതേ കുറവുകളും അതേ അവസ്ഥകളും ഉണ്ടായിരുന്ന ആ വഴിയിലൂടെ പോയ ഒരു സാധാരണ കുടുംബമായിരുന്നു ഈ ലൂയി മാർട്ടിന്റെയും സെലിഗുറിന്റെയും ലെബിസോണ കുടുംബം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ കുടുംബം എങ്ങനെ വിശുദ്ധ കുടുംബമായത്? ആ കുടുംബം ദൈവത്തിന് കുടുംബത്തിൽ പ്രഥമ സ്ഥാനം കൊടുത്തപ്പോൾ ആ കുടുംബം വിശുദ്ധ കുടുംബമായി. അവര് മറ്റൊന്നിനുമല്ല കുടുംബത്തിൽ പ്രഥമ സ്ഥാനം കൊടുത്തത്. ബിസിനസ്സിനോ ജോലിക്കോ സമ്പത്തിനോ സൗഭാഗ്യങ്ങൾക്കോ കൃഷികൾക്കോ പഠനങ്ങൾക്കോ പരീക്ഷകൾക്കോ ഇന്റർവ്യൂവിനോ വിദേശത്ത് പോകാനുള്ള തിരക്കിനോ ഒന്നുമല്ല ഈ കുടുംബം പ്രാധാന്യം കൊടുത്ത് ഈശോയ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബത്തിലെ എല്ലാ മക്കളും സന്യാസം സ്വീകരിച്ചത്. ഒരു കുടുംബത്തിലുള്ള മക്കൾ മുഴുവനും സന്യാസം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ആ കുടുംബം എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിന്ന കുടുംബമാണ് എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പരസ്പരം മനസ്സിലാക്കി ഈ ദമ്പതികൾ ജീവിക്കുക. ഭാര്യയുടെ രോഗത്തെയും കുറവിനെയും മനസ്സിലാക്കി ആ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് തന്റെ ബിസിനസ്സിനെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു ഭർത്താവ്, തന്റെ രോഗത്തിൽ പോലും ഭർത്താവിനൊരു കുറവും വരരുത് എന്ന ചിന്തയാൽ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഭാര്യ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇങ്ങനെയുണ്ടോ? ഭർത്താവിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാൻ, ഭാര്യയുടെ കുറവിൽ അവളുടെ കൂടെ നിൽക്കാൻ, സ്വന്തം സുഖവും സ്വന്തം കാര്യങ്ങളും മാറ്റിവെച്ച് ഭാര്യയോട് ചേർന്ന് നിൽക്കാൻ, ഭർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? മക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളായിരുന്നു ഇവർ രണ്ടുപേരും. ആ മക്കള് വളരെ ചെറുപ്പത്തിലെ തന്നെ ഇവരുടെ ജീവിതത്തിന്റെ വിശുദ്ധിയെ തിരിച്ചറിഞ്ഞിരുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യ അവളുടെ ജീവിതകഥയിൽ പറയുന്നുണ്ട്, ഞാന് ദൈവപിതാവ് എങ്ങനെയാണ് എന്നും ആ പിതാവിന്റെ സ്നേഹവും കരുതലും എന്താണ് എന്നും പഠിച്ചത് എന്റെ പിതാവിന്റെ മുഖത്തു നിന്നാണ്. പ്രാർത്ഥിക്കാൻ ഞാൻ പഠിച്ചത് എന്റെ പിതാവിന്റെ അരികിൽ നിന്നാണ്. പ്രിയപ്പെട്ട അപ്പന്മാരെ, നിങ്ങളുടെ മക്കള് നിങ്ങളെ നോക്കി പറയുമോ, നിങ്ങളുടെ മക്കള് പ്രാർത്ഥിക്കാൻ പഠിച്ചത് നിങ്ങളിൽ നിന്നാണ് എന്നും പിതാവിന്റെ സ്നേഹവും കരുതലും അറിഞ്ഞത് നിങ്ങളിൽ നിന്നാണെന്ന് അപ്പന്മാരെ നോക്കി മക്കള് പറയുമോ? അമ്മയെക്കുറിച്ച് കൊച്ചു ത്രേസ്യ പറയുന്നത്, എന്റെ അമ്മ മരിച്ചാൽ അപ്പോൾ തന്നെ സ്വർഗത്തിൽ പോകും. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളെ നോക്കി നിങ്ങളുടെ മക്കള് പറയോ, എന്റെ അമ്മ മരിച്ചാൽ സ്വർഗത്തിൽ പോകും, അത്രയും വിശുദ്ധയാ എന്റെ അമ്മ. നിങ്ങളെയൊക്കെ നോക്കി നിങ്ങളുടെ മക്കള് പറയണോ ഇത്? അതിന് തക്ക വിധത്തിലുള്ള വിശുദ്ധിയും സ്നേഹവും പ്രാർത്ഥനയും നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കണം. ഈ ദമ്പതികള് കുഞ്ഞുങ്ങളെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും. ദേവാലയത്തിന്റെ ഏറ്റവും മുൻപിലേക്ക് മക്കളെ കൊണ്ടുപോയി അവിടെ നിന്ന് ബലിയർപ്പിക്കും. അവിടെ നിന്ന് ബലിയർപ്പിക്കുന്നത് കാണുമ്പോ ഒരു സ്വർഗീയ ചൈതന്യം തങ്ങളുടെ മാതാപിതാക്കൾ നിറഞ്ഞു നിന്നു എന്ന് ഈ മക്കൾ പറയുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതവും. എങ്കിലേ നിങ്ങളുടെ കുടുംബം സ്വർഗമാവുകയുള്ളൂ, എങ്കിലേ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയൊക്കെ ജീവിച്ച നിങ്ങളുടെ ജീവിതത്തിന്റെ ചെറിയ കാര്യങ്ങളെ പോലും ദൈവം സാധിച്ചു തരും. നിങ്ങളുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തെ ദൈവം സ്വർഗത്തോളം എത്തിക്കും. കുറവുകളും
ബലഹീനതകളും വീഴ്ചകളും എല്ലാം ഉണ്ടായിരുന്നിട്ട് ആ കുടുംബം ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, എന്ത് സമ്പത്ത് നിങ്ങൾ ഉണ്ടാക്കിയാലും, എന്ത് സൗഭാഗ്യങ്ങൾ നിങ്ങൾ നേടിയാലും, കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ, മക്കൾ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ എന്താ കാര്യമുള്ളത്? നിങ്ങളെല്ലാം നേടി മക്കളുടേതായ വഴിക്ക്, നിങ്ങൾ നിങ്ങളുടേതായ വഴിക്ക്, സമാധാനമില്ല, ഐശ്വര്യമില്ല, എന്താ കാര്യമുള്ളത്? കുടുംബത്തിൽ സമാധാനം വേണം, ശാന്തത വേണം, ഐശ്വര്യം വേണം, ഉയർച്ച വേണം. ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുക. ജീവിതത്തിൽ ക്രിസ്തുവിന്റെ വഴിയിലൂടെ നടക്കുക. മക്കളെ പഠനത്തിന് മാത്രം വിട്ടാൽ പോരാ. ആ സമയത്ത് പഠിക്കാനായിട്ട് വിടുമ്പോ ഒപ്പം പ്രാർത്ഥനയ്ക്കും കൂടെ പ്രാധാന്യം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ മക്കളെ വളർത്ത് കുടുംബ സ്വർഗമാവും. ഇതാണ് ഈ വിശുദ്ധരിലൂടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നതും ഈശോ മിശിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. നമ്മുടെ കരങ്ങളെ യാചനയോടെ പിടിക്കാം. നമ്മുടെ ജീവിതത്തിന് എല്ലാ കാര്യങ്ങളെയും, നമ്മുടെ ദുഃഖങ്ങളെ, വേദനകളെ, നമ്മുടെ കണ്ണുനീരിനെ, നമ്മുടെ കുടുംബത്തെ, മക്കളെ, ജീവിത പങ്കാളിയെ, അധ്വാനങ്ങളെ എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് ഈശോ എന്റെ കുടുംബത്തെ വിശുദ്ധ ലൂയി മാർട്ടിന്റെയും വിശുദ്ധ സെലിഗുരിന്റെയും മധ്യസ്ഥതയാൽ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ. ഇവരുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബത്തെ സമാധാനത്തിൽ നിറയ്ക്കണമേ. സന്തോഷം ഇവർക്ക് നൽകണമേ. കർത്താവെ, വിശുദ്ധ ലൂയി മാർട്ടിന്റെയും വിശുദ്ധ സെലിഗുരിന്റെയും മധ്യസ്ഥതയാൽ ഈ ദിവ്യകാരുണ്യത്താൽ ഇവരെ ആശീർവദിക്കുമ്പോൾ, ഇവരുടെ ഭവനത്തെ ആശീർവദിക്കുമ്പോൾ, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന് എല്ലാ അസമാധാനത്തിന്റെ കെട്ടുകൾ, മദ്യപാനത്തിന്റെ, മയക്കുമരുന്നിന്റെ, ദൈവ ആരാധനയില്ലാത്തതിന്, കുടുംബ പ്രാർത്ഥനയില്ലാത്തതിന്, അശുദ്ധിയുടെ സർവ്വ തിന്മകളെയും, തടസ്സങ്ങളെയും, ശാപങ്ങളെയും, ദുരിതങ്ങളെയും ബന്ധിച്ചു നിർവീര്യമാക്കുന്നു. ഇവരുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അധ്വാനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.